60 രൂപയും. വെള്ളി ഗ്രാമിന് 96 രൂപയിലാണ് വ്യാപാരം. മലപ്പുറം തിരൂരിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. കൈമലശ്ശേരി സ്വദേശി ഫായിസാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഫ്രാൻസിൽ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പാർലമെന്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടക്കും. ആദ്യഘട്ടം ജൂൺ 30-നും രണ്ടാം ഘട്ടം ജൂലൈ 7-നും നടക്കും. അട്ടപ്പാടി പുളിയപതിയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് പുലിയെ അവശനിലയിൽ കൃഷിയിടത്തിൽ കണ്ടത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പുലിയെ സൈലന്റ് വാലിയിലേക്ക് മാറ്റി. വിദഗ്ധ ചികിത്സ നൽകാനാണ് തീരുമാനം. എറണാകുളം ആലുവയിൽ 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ പിടിയിൽ. ട്രെയിനിൽ കൊണ്ടുവന്ന കഞ്ചാവ് കൈമാറുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. എറണാകുളം കാലടിയിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. മറ്റൂർ നീലംകുളങ്ങര ക്ഷേത്രത്തിലും തൃക്കൈ ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റൂറൽ ലീഗൽ എയ്ഡ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് സബ് ജഡ്ജ് എസ് ഷംനാഥ് ഉദ്ഘാടനം ചെയ്തു. നിയമസേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനുകളിൽ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നത്. കാസർഗോഡ് ചെറുവത്തൂരിൽ ബസ്സിനടിയിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പടന്നക്കാട് സ്വദേശി ഫൗസിയയാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ പന്നിത്തടത്ത് നായ കുറുകച്ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി ബാലനാണ് മരിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും പരിക്കേറ്റു. CPIM തൃശൂർ മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേയും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടി മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. കൊച്ചി കലൂർ കത്രക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. റോഡിലെ കുഴിയിൽ വീണ കർണാടക ബസിന്റെ ആക്സിലൊടിഞ്ഞ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധം. GCDA വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്ന പരാതിയും ശക്തം. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത പൂമംഗലത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തെരുവുനായ്ക്കൾ കടിച്ചുപറിച്ച് നശിപ്പിച്ചു. പൂമംഗലം ആലയാടെ കടുങ്ങാൻ മുഹമ്മദ് ഷബീലിന്റെ സ്കൂട്ടറാണ് നശിപ്പിച്ചത്. പ്രദേശത്ത് തെരുവുനായ ശല്യം കാരണം സ്കൂളിലും മദ്രസയിലും പോകുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നത് ഭീതിയോടെ. കണ്ണൂർ കൂത്തുപറമ്പ് നരവൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. ചെറുവളത്ത് ഹൌസിലെ C വിനീഷിന്റെ വീടിന് മുന്നിലെ റോഡിലാണ് സ്ഫോടനമുണ്ടായത്. ASP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ഒരു സ്റ്റീൽ ബോംബ് പൊട്ടാതെയും കണ്ടെത്തി. ഉത്തർപ്രദേശിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 യൂട്യൂബർമാർക്ക് ദാരുണാന്ത്യം. ലക്കി, സൽമാൻ, ഷാരൂഖ്, ഷാനവാസ് എന്നിവരാണ് മരിച്ചത്. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം. കൊല്ലം കാവനാട്ടെ അക്ഷയ കമ്മ്യൂണിറ്റി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 1.75 ലക്ഷം രൂപ മോഷണം പോയി. ഷോപ്പിൽ മുഴുവൻ മുളകുപൊടി വിതറിയിട്ടുണ്ട്. ശക്തികുളങ്ങര പോലീസ് തെളിവുകൾ ശേഖരിച്ചു. കൊല്ലം മയ്യനാട് ജംഗ്ഷനിലെ ഗവൺമെന്റ് ITIക്ക് മുൻപിലെ റോഡ് സഞ്ചാരയോഗ്യമാക്കി. മയ്യനാട്ടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്നാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ തന്നെ വെള്ളക്കെട്ട് മാറ്റിയത്. ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗ്രാൻസ് രാജിവെച്ചു. രാജി ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ. അർദ്ധരാത്രി 12 മണിക്ക് ആലുവ ചെങ്ങമനാട് ഹോട്ടലിലേക്ക് ടോറസ് ഇടിച്ചുകയറി. അപകടത്തിൽ ആളപായമില്ല. പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്ക് മണൽ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ RTO നടത്തിയ പരിശോധനയിൽ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. 160 കിലോമീറ്ററിൽ ഡ്രൈവിംഗ്, മൊബൈലിൽ ഷൂട്ട് ചെയ്തുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. സഞ്ജുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകി.
കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ അർജന്റീനയ്ക്ക് ജയം. ഏഞ്ചൽ ഡി മരിയയാണ് ഗോൾ നേടിയത്. അവസാന 35 മിനിറ്റ് നേരം സൂപ്പർ താരം ലയണൽ മെസ്സി ഗ്രൗണ്ടിലിറങ്ങി.